ബാല്യകാലം എന്ന് പറയുന്നത് വലിയ പട്ടിണിയുടെയും ദാരിദ്ര്യത്തിൻ്റെ ഒരു കാലമായിരുന്നു. ശരിക്കും അന്ന് അരിയില്ലായിരുന്ന ഒരു കാലഘട്ടത്തിൽ മത്തൻ കപ്പ, അതായത് വടിക്കപ്പ തന്നെ മത്തൻ കപ്പ റേഷൻ കട വഴിയാണ് കിട്ടുന്നത്. അത് ഇവിടെ നിന്നൊരു 2-3 കിലോമീറ്റർ പോയാൽ ആ കടയിലേ കിട്ടത്തുള്ളൂ. തയ്ക്കലായിരുന്നു. തയ്ക്കുന്നത് വാങ്ങിച്ചിട്ട് വന്നിട്ട് മത്തുകാരനെ തിന്നാൻ പറ്റത്തില്ല. 2-3 ദിവസം വെള്ളത്തിലിട്ടിട്ടാണ് അത് പുഴുങ്ങുന്നത്. പിന്നെ അന്ന് ഒരുപാട് പീച്ചിലപ്പച്ചൻ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പീച്ചിങ്ങ വേവിച്ചിട്ട് സ്കൂളിൽ നിന്ന് ഞങ്ങളെല്ലാവരും കൂടെ ചെന്ന് ഈ പീച്ചിങ്ങ കറിയും കൂട്ടിയാണ് പോകുന്നത്. ചോറില്ല. ഈ മത്തൻ കപ്പ ഒരു കഷ്ണം കടിക്കുമ്പോൾ തന്നെ മതിയാവും. അങ്ങനെ പോവുക. അപ്പോൾ പട്ടിണി, ദാരിദ്ര്യം, പിന്നെ ചോർന്നൊലിക്കുന്ന വീടുകൾ. അപ്പൻ പണിക്ക് പോയിട്ടെന്ന് പറഞ്ഞാൽ കിട്ടുന്നത് 10-75 പൈസയാണ്. ആ പൈസ കൊണ്ട് അന്ന് 75 പൈസക്കൊക്കെ എന്ന് പറയുമ്പോൾ 1 കിലോ അരി കിട്ടും. പക്ഷെ അരി മേടിക്കാൻ കാശില്ല, ബാക്കിയുള്ള സാധനം മേടിക്കാൻ നടക്കത്തില്ല. അങ്ങനെ ഒരുപാട് ദാരിദ്ര്യത്തിലാണ്. എൻ്റെ കീഴിൽ 8 പേരുണ്ട്. അതിലൊരാൾ മരിച്ചു പോയിട്ട് 7 പേരുണ്ട്. അപ്പോൾ ഞങ്ങൾ മൊത്തം 8 അംഗം. ഇപ്പം ജീവിച്ചിരിക്കുന്നത് 8 അംഗങ്ങളാണ്. 2 പെൺകുട്ടികളുണ്ട്, സഹോദരികൾ. ഞാനാണ് ഏറ്റവും മൂത്തത്. അപ്പോൾ ഞാൻ ഈ പട്ടിണി കാരണം അച്ഛനാകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കൊച്ചി രൂപതയിൽ സെൻറ്റ് ജോർജ് പള്ളിയിൽ ചെന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, മൂത്ത മക്കളാരും അച്ഛനാകരുതെന്നാണ് സഭയുടെ അന്നത്തെ തീരുമാനം. അതുകൊണ്ട് ജോർജ് അച്ഛനാകരുതെന്നാണ്. ഞാൻ അച്ഛനാകാൻ പോയത് പട്ടിണി മാറ്റാനാണ്, അല്ലാതെ അച്ഛൻ കർത്താവിനോടുള്ള സ്നേഹം കൊണ്ട് പോയതല്ല. അപ്പോൾ അങ്ങനെ പോയെങ്കിൽ അത് നടന്നില്ല. അത് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് മണർകാട് വൈൻസിലേക്ക് ആളെ എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ വൈൻ സ്റ്റോളിൽ പോയി. മണർകാട് പപ്പൻ്റെ വൈൻ സ്റ്റോളിൽ കുറേ നാൾ നിന്ന് അവിടെ നിന്ന് ശരിക്ക് നന്നായി വീട്ടിൽ വന്നിട്ട് എന്നെ പഠിപ്പിച്ച സാറന്മാർക്കും ടീച്ചർമാർക്കും അധ്യാപകർക്കും അപ്പനും അമ്മക്കും പോലും മനസ്സിലായില്ല ഇവൻ ആരാണെന്ന്. കാരണം അവിടെ മുഴുവൻ ഇറച്ചിയും കപ്പയൊക്കെ ഉണ്ട്. കുമളി ചെന്നപ്പോൾ അവർ പറഞ്ഞ് കമ്പംമെട്ടിലാണെന്ന് പറഞ്ഞിട്ട് 2-4-5 കിലോമീറ്റർ നടന്നു. ആ പ്രദേശത്ത് മനുഷ്യരില്ല, കുറുക്കനും എല്ലാത്തിൻ്റെ ഇടക്കൂടെയാണ് പോയത്. ആ യാത്രയിൽ ഈ പട്ടിണിയുടെ കൊണ്ടാണ് അങ്ങനെ പോകുന്നത്. അതുകൊണ്ട് വേറെ ഒന്നും അറിഞ്ഞില്ല. അത് കഴിഞ്ഞപ്പോൾ ബിസിനസ് പഠിച്ച് നാട്ടിൽ വന്ന് കപ്പ കച്ചവടം തുടങ്ങി. ഒരു ലോറിക്ക് കപ്പ ഇറക്കി കപ്പ വയ്ക്കാൻ തുടങ്ങി. പലയിറക്കായി. പലയിലെ 1975 അർത്തുങ്കൽ ജംഗ്ഷനിൽ പുണ്യാളച്ചൻ, വലിയ പേര് കേട്ട അർത്തുങ്കൽ വെസ്തിരിക്കായിൽ, അന്ന് ഫൊറോനാപ്പള്ളിയാണ് പേര് കേട്ട പുണ്യാളച്ചൻ്റെ പേര് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, എടാ അങ്ങനെയാണ് ഇത് വെളുത്തച്ഛനുണ്ടെങ്കിൽ എനിക്കൊരു പണി തന്നെ അല്ലാന്ന് പറഞ്ഞ് ഞാൻ നേരെ കൊണ്ടുവന്ന് ഒരു കൂടി തിരികെ എത്തിച്ചേന്ന് ഞാൻ പറഞ്ഞു. ഞായറാഴ്ചയായിരുന്നു. മാർക്കറ്റിലിരുന്നിട്ട് ഭയങ്കര അലമ്പായിരുന്നു. അപ്പോൾ അപ്പം വന്നച്ഛൻ പറഞ്ഞു, എടാ മോനെ, ഞാൻ അപ്പനെന്നാണ് വിളിക്കുന്നത്, എൻ്റെ അപ്പൻ്റെ അപ്പനെ അപ്പ എന്നാണ് വിളിക്കുന്നത്. അപ്പം പറഞ്ഞ്, നീ ഇവിടെ ഇരുന്നാൽ നശിഞ്ഞു പോകും, നിൻ്റെ കാശ് മുഴുവൻ പെൺപിള്ളേർ കൊണ്ടുപോകും, അതുകൊണ്ട് നീ ഇവിടെ ഇരിക്കരുത്, വാ എന്നും പറയുന്നത്. വിളിച്ചേച്ചും പറഞ്ഞു, നീ ഒരു കട ഞാൻ റോഡ് സൈഡിൽ എടുത്തിട്ടുണ്ട്, നീ അവിടെ പോയി ഇരുന്നത്. അത് സെൻറ്റ് ജോർജ് പള്ളിയുടെ മുറ്റത്താണ്. എനിക്ക് അവിടെ ഇരിക്കണം ഇഷ്ടമല്ല. ഞാൻ ഉടനെ പറഞ്ഞു, പുണ്യാളച്ച, വെളുത്തച്ഛൻ ഇവിടെ ഉണ്ടെങ്കിൽ എനിക്കൊരു കട തന്നെ, അത് അങ്ങയുടെ ഒരു ഭക്തജനത്തെ കാണാൻ എനിക്കൊരു കട തന്നെ. അങ്ങനെ ഞാനൊരു കൂടി തിരി കൊണ്ടുവന്ന് പള്ളി കത്തിച്ചു. ഞാൻ പറഞ്ഞു, ഈ തിരി തീർന്നതിന് മുമ്പ് തന്നെ, അതന്നത്തെ വലിയ 10 ഔൺസിൻ്റെ തിരിയായിരുന്നു. 5-8 മണിക്കൂർ കത്തി. ഞാനത് കഴിഞ്ഞ് ആ കടയിൽ വന്നിച്ച് ആ മാടക്കരക്കാരൻ വെച്ച് ഒരു മുറുക്കാനൊക്കെ മേടിച്ച് മുറുക്കി. ഞാൻ വീട്ടിൽ പോയി ചോറ് വെച്ചതെന്ന് അതെല്ലാം മറന്നുപോയി. അതേ വന്നിച്ച് മുന്നാളച്ചാന്ന് വിളിച്ചപ്പോൾ എവിടെ ആടാന്ന് പറഞ്ഞു. പള്ളിയുടെ അകത്ത് നിന്നുണ്ട്. നമ്മൾ ആരാ വിളിക്കണം? അപ്പോൾ ആ പള്ളിമുറ്റത്ത് ആരുമില്ല, നിശ്ചലമാണ്. ഒരു പ്രദേശത്ത് ഇന്നത്തെ പോലെ ആളൊന്നും ഇല്ലെന്ന്, ഏതാനും കുറച്ച് വീട്ടുകാരേ ഉള്ളൂ. ഞാൻ പള്ളിയിലേക്ക് ചെല്ലുമ്പോൾ പറഞ്ഞു, നീ പറഞ്ഞ് തിരി ഇവിടെ കത്തിക്കൊണ്ടിരിക്കുക, കട കിട്ടിയാന്ന് ചോദിച്ചു. അപ്പോൾ ഈ കടക്കാരൻ എന്നോട് പറഞ്ഞ്, ഞാൻ ഇവിടെ ഇരുന്ന് അടി മേടിച്ചോണ്ടിരിക്കുകയാണ് കൊച്ചി, അടി കൊണ്ട് ഞാൻ തകർന്നു. ഇപ്പോഴും ഒരു മുറുക്കാൻ കൊടുത്തപ്പോഴത്തേനും എൻ്റെ കർണക്കുറ്റികൾ അടിച്ച് എൻ്റെ ചീത്തപ്പേര് വിളിച്ചാണ് അവരെന്നെ കളിയാക്കുന്നത്. അതുകൊണ്ട് ഞാൻ കട പിടിയണം, നിനക്ക് വേണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ്, എത്ര രൂപ എന്നാന്ന് ചോദിച്ചപ്പോൾ പുള്ളി 1000 രൂപ എന്നാണ്. ഞാൻ കാക്ക 900 മതിയാന്ന് ചോദിച്ചു. പുള്ളി കേട്ടത് 900 എന്ന്. പുള്ളിയെ ഞാൻ സമ്മതിച്ചെന്ന് പറഞ്ഞു. അങ്ങനെ ചെന്ന് ആ കട ചെല്ലുമ്പോൾ അമ്മച്ചി ഇളയ മകൻ്റെ, എൻ്റെ ഇളയ അനിയൻ്റെ കുർബാനക്കുള്ളപ്പാടിൻ്റെ റൊട്ടിയുടെ കാശ് 96 രൂപ. അന്നത്തെ ഒരു സദ്യയുടെ 96 രൂപയാണ്. ഈ 15 പൈസയുടെ റൊട്ടിയൊക്കെയാണ്. ഇത് കൊടുക്കാൻ വേണ്ടി നിൽക്കുക. 80-75 കാലഘട്ടമാണ്. പാലും വെള്ളത്തിന് 10 പൈസ, അപ്പത്തിന് 10 പൈസയുള്ള കാലം. ഞാനിത് മേടിച്ചെന്ന് കൊടുത്തപ്പം അമ്മച്ചി പറഞ്ഞ്, കാശ് ഞാൻ നിൻ്റെ തരുന്നില്ലേ, എന്താ കാര്യമെന്ന് ചോദിച്ചിട്ട് പുള്ളിക്കാരത്തി 10 ലക്ഷം കൊണ്ടുവരുമ്പോഴാണ് കൊണ്ടുവന്ന്, പപ്പ നീ ഇവന് അവിടെ കട കൊടുത്താന്ന് ചോദിച്ചു. കട കൊടുത്തു. 900 രൂപ കട കൊടുത്തു. അഡ്വാൻസ് എന്നും പറഞ്ഞ് കൊടുത്തു. അങ്ങനെ കിട്ടി. അർത്തുങ്കൽ പള്ളിമുറ്റത്ത് നിന്ന് ഈ വിശുദ്ധൻ്റെ നാമധേയത്തിലുള്ള ഈ പള്ളിമുറ്റത്തിരുന്ന് നമ്മൾ ഭക്തജനത്തെ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മാർപ്പാപ്പ വന്നെന്ന് അറിഞ്ഞത്. 86-ൽ മാർപ്പാപ്പ വന്നെങ്കിൽ ഒന്ന് കാണണമല്ലോ എന്ന് വിചാരിച്ചു. കാരണം തമ്പുരാൻ്റെ ആളാണല്ലോ അവൻ്റെ. നമ്മൾ ശനിയാഴ്ച പാട് നൊവേനക്ക് പോകും, കുർബാനക്ക് പോകത്തില്ല. മാതാവിൻ്റെ ഭക്തനായിരുന്നു. പുണ്യാളച്ചനുണ്ട്. ഈ 2 പേരാണ് നമ്മുടെ ജീവിതത്തിലെ ഭക്തിയുടെ ആളുകൾ. നേരെ മാതാവ് എന്നെ അങ്ങോട്ട് പോകണം. ഞാൻ പുളിക്കൻ സാറ് എൻ്റെ കൂട്ടുകാരനാണ്, ജോസഫ് പുളിക്കൻ. അദ്ദേഹത്തോട് ചോദിച്ചു, സാറേ എങ്ങനെയാണ് നമുക്കൊന്ന് പോകേണ്ടത്? അദ്ദേഹം പള്ളിയുടെ വലിയ ആളാണ്. അർത്തുങ്കൽ പള്ളി എന്ന് പറഞ്ഞാൽ പുള്ളി വിചാരിച്ചു കഴിഞ്ഞാൽ പുള്ളിയാണ് ആൾ. സാറ് നമുക്കാർക്കും പോകാനൊക്കത്തില്ല, എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ്, എൻ്റെ പറഞ്ഞ്, ഒരു 41 ദിവസം നമുക്ക് ഉപവസിച്ച് പ്രാർത്ഥിക്കാം. അങ്ങനെ മാതാവിൻ്റെ മാധ്യസ്ഥതയിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ച് മാർപ്പാപ്പയെ നേരിട്ട് കാണാനും
ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആശീർവദിക്കാൻ സാധിക്കും. ഞങ്ങൾ വാളണ്ടിയർമാരല്ല. അത്ഭുതകരമായ രീതിയിൽ കർത്താവ് പമ്പുരാൻ ഞങ്ങളെ കയറ്റിവിട്ടു. ആർക്കും ഞങ്ങളെ തടയാനും സാധിച്ചില്ല. അങ്ങനെ ദൈവാനുഗ്രഹങ്ങൾ അന്ന് മുതൽ തുടങ്ങിയ ദൈവാനുഭവങ്ങളാണ്. പെരുമാൻ റാൾബഡിയോരി എന്ന് പറഞ്ഞൊരു അമേരിക്കൻ അച്ഛന അന്നത്തെ പീറ്റർ പിതാവ്, ആലപ്പുഴത്തെ പിതാവിട്ട് കൊണ്ടുവന്നു അർത്തിങ്ങെ കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ കൺവെൻഷൻ്റെ മുഴുവൻ ചാർജ് ഞങ്ങളായിരുന്നു. അങ്ങനെ ഈ റാൾബഡിയോരി പുള്ളിക്കാരൻ്റെ പ്രാർത്ഥനയിലൂടെ വലിയ മുന്നോട്ട് വന്നു. പിന്നെ ഒരു മഞ്ഞുമേ പോയി ഞങ്ങൾ 5-8-10 പേരൂടെ ധ്യാനം കൂടാൻ പോയി. ധ്യാനം കൂടാൻ പോകുമ്പോഴും എൻ്റെ ഉള്ളിലൊരു വലിയ ആത്മീയ തീ കത്തുന്നുണ്ടായിരുന്നു. കൂടെ വരാനുള്ള തങ്കക്കുട്ടനെന്നും പറഞ്ഞ കുരിശിങ്കിലുള്ള ഒരു മനുഷ്യൻ, ഞാൻ വരുന്നില്ല, എനിക്ക് നടുവേദനയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ മൊത്തം തളർന്ന് കിടക്കുന്ന അവസ്ഥ കാണണം, ഇതല്ല ഞങ്ങളുടെ കൂടെ വരുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. അദ്ദേഹം ഉടനെ അയ്യോ ഞാനും വരുന്ന നമ്മൾ ഓടി ഞങ്ങളുടെ കൂടെ മുമ്പേ വണ്ടിയൊക്കെ കയറി മഞ്ഞുമേ 15 പേര് ധ്യാനം കൂടി. ധ്യാനം കഴിഞ്ഞ് അവിടെ സാക്ഷ്യം പറയാൻ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് നാണാര്. ദൈവാനുഭവം പലരും ഉണ്ടെങ്കിലും നേരെ വരാൻ അപകർഷത കൊണ്ട് നേരെ വരാൻ പട്ടിണിയും ദാരിദ്ര്യത്തിലും വളർന്നതുകൊണ്ട് ആരെയും ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ജോലി കിട്ടി. മണർകാട് വൈൻസിൽ ജോലിക്ക് പോയി. ആ ജോലിയിലൂടെ ഒരു വലിയ ജനത്തെ അഭിസംബോധന ചെയ്യാനുള്ള ഒരു ധൈര്യം കിട്ടി. ഈ ധ്യാനത്തിലൂടെ വലിയ അനുഭവം കിട്ടി. ഈ ധ്യാനത്തിലൂടെ കിട്ടിയതെന്ന് പറഞ്ഞാൽ ആന്തരിക സൗഖ്യം അശേഷം കിട്ടിയില്ല. ആ കാലയളവിൽ ഇത് ഒരുപാട് പ്രോഗ്രാം. ഒരു ദിവസം ഞാൻ തളർന്ന് ചെല്ലുമ്പോഴാണ് പൂങ്കാവിൽ തങ്കച്ചായൻ പേർഷോളിൽ നിന്നുണ്ട് എന്നെ കണ്ടിട്ടാണ് പുള്ളിക്കാരൻ പറഞ്ഞത് എന്നാണ് എൻ്റെ വിശ്വാസം. എങ്ങനെയാണെന്നറിയില്ല. ഇതാ കർത്താവിൻ്റെ വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനുമായവൻ വരുന്നു. യേശയ്യാപ്രവാചകൻ 43 പറഞ്ഞത് ഇവന് പകരം മനുഷ്യരെയും ഇവൻ്റെ ജീവന് പകരം ജനതകളെയും നൽകുമെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ച് ആ ഒരു വിളി എന്നെ ശരിക്കങ്ങാട്ട് സ്വാധീനിച്ച് ഒരു മഞ്ഞ് വന്ന് വീഴുന്നൊരു അനുഭവത്തിലൂടെ അത് കഴിഞ്ഞാണ് ഞാൻ മഞ്ഞമ്മലെ അവരുടെ കൺവെൻഷൻ ചെന്ന് ഇവിടെ നിന്നൊരു 2 CCT നിറയെ ആളെ കൊണ്ടേ ഇറക്കി, 500 മേൽ തേങ്ങ കൊണ്ടേ ഇറക്കി, 2 ചാക്ക് അരി കൊണ്ടേന്ന് കൊടുത്ത് അങ്ങനെ അവിടെ കൊണ്ടുവന്ന് ജനമില്ലാത്തതിന് ഇതിന് മുഴുവൻ ചിലവുകൾ ഞങ്ങളൊക്കെ തന്നെയാണ്. എല്ലാവരോടും മരിക്കാൻ പോകത്തില്ല. ഞങ്ങളുടെ ഈ പ്രവർത്തി കൊണ്ടുവന്ന് തന്നവർ മാത്രമാണ്. ആ കാലഘട്ടത്തിൽ നവീകരണം പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുക. അർത്തിങ്ക വന്ന് അർത്തിങ്ക ജംഗ്ഷൻ മുതൽ കടപ്പുറം വരെ മകരം പെരുന്നാളിന് വചനത്തിൻ്റെ ബോർഡ് മുഴുവൻ വള്ളക്കാരെ കൊണ്ട് വെപ്പിച്ച് മഞ്ഞമ്മ ആ ബോർഡെല്ലാം കൊണ്ടുവന്ന് വെച്ച് കെട്ടി കൺവെൻഷൻ നടന്നു. കൺവെൻഷൻ ആന്തരിക സൗഖ്യ പ്രാർത്ഥനയുടെ സമയത്ത് എൻ്റെ ആത്മീയ ഗുരു എന്നോട് പറഞ്ഞു, തലേക്കയ്പ്പ് പ്രാർത്ഥനയ്ക്ക് ഒന്ന് കുമ്പസാരിച്ചിറങ്ങി ചെല്ലണം, ആരാധനയുടെ സമയത്ത് നിങ്ങൾ അനുഗ്രഹിക്കുമെന്ന് കർത്താവ് വെളിപ്പെടുത്തുന്നുണ്ടെന്നുള്ളത്. അങ്ങനെ ഞാൻ ചെന്ന് നായ്ക്കാമ്പറമ്പിൽ അച്ഛൻ പറഞ്ഞ്, അച്ഛനാണ് അവിടെ നിൽക്കണം, മാഞ്ഞാക്കരച്ഛനുണ്ട്. നായ്ക്കാമ്പറമ്പിൽ അച്ഛൻ പറഞ്ഞ് കൺവെൻഷനും മാഞ്ഞമേ കൺവെൻഷൻ പറയണം, മരിയൻ കൺവെൻഷൻ ഏതാനും വ്യക്തികളെ പ്രേക്ഷിതരായിട്ട് തെളഞ്ഞെടുക്കുന്നു. ഞാൻ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, എൻ്റെ പൊന്നു കർത്താവേ ഈ 10-60 പേരെ എടുത്തെന്ന് പറഞ്ഞിട്ട് എന്നെ എടുത്തില്ലല്ലോ. നായ്ക്കാമ്പറമ്പിൽ അച്ഛൻ അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞ് ഒരു 60 പേരുടെ മേൽ കർത്താവ് പ്രേക്ഷിത വിളി നടക്കുന്നുണ്ട്. അവർ മഞ്ഞുപോലെ ഉരുകുന്നുണ്ട്, തണുത്ത് വിറച്ച് നിൽക്കുന്നുണ്ട്. ആദ്യത്തെ അനുഭവമല്ലേ. ഞാൻ നോക്കുമ്പോൾ എന്നെ പറ്റുന്ന രാജുവും ജോണും ഇവരെല്ലാം മഞ്ഞ് പോലെ നിൽക്കുന്നു. ഞാൻ അവിടെ നിന്ന് ചോദിച്ചു, കർത്താവേ എന്താണ് എന്നെ വേണ്ടതെന്ന് പറഞ്ഞ് പൊട്ടി ഒരു നിലവിളി. പെട്ടെന്ന് വെച്ചാൽ പ്രൈസ് ലോർഡ് ഒന്ന് സ്തുതിച്ചേ. ഏതാനും വ്യക്തികളെ കൂടെ കർത്താവ് വിളിക്കുന്നുണ്ട് അവരുടെ അടയാളങ്ങളുണ്ടെന്ന് പറഞ്ഞു. എൻ്റെ തലയിൽ ഒരു കൊട്ട് ഐസ് കൊണ്ടൊന്ന് ചൊരിയുന്ന പോലെ വരുമ്പോൾ ശരിക്കും അപ്പം എനിക്കൊരു പ്രേക്ഷിത വിളി കിട്ടി. ഏറ്റവും വലിയ വിളിയാണ് പ്രേക്ഷിത വിളി. എല്ലാ വരങ്ങളും ദാനങ്ങളും ഫലങ്ങളും കൊണ്ട് നിറഞ്ഞ ഒരു വിളി. അന്നത്തെ ബോധ്യമാണ്. ഇന്നത് ശരിക്കും മാംസം ധരിക്കുന്ന രീതിയിലേക്ക് പോകാൻ കർത്താവ് കൃപ